ചേട്ടാ മീനൊക്കെ കിട്ടുന്ന എവിടെയാ? അങ്ങനെ പിടിക്കാൻ ആദ്യം പറഞ്ഞു. ഞാൻ വേറെ അടുത്തായിരുന്നു പിടിച്ചു. രണ്ടാമത്തെ ഇവിടെ കരിമീനുണ്ട്. ഹലോ ചങ്ങാതിമാരെ, നമ്മളന്ന് എങ്ങോട്ടാ പോണേന്നറിയോ? നിങ്ങൾ വന്ന് നോക്കാം. ഞങ്ങളിന്ന് എല്ലാവരും കൂടിയാണ് കേട്ടോ പോണത്. പപ്പയും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്താന്ന് കാണണ്ടേ? ചേട്ടാ ഈ മീനൊക്കെ കിട്ടുന്ന എവിടെയാ? ആണോ? ഞങ്ങള് തോട്ടിലെ മീൻ പിടിക്കാനാണ് പോകുന്നത് കേട്ടോ. തോട്ടിലെ അല്ല, ഡാമിലെ മീൻ. തോട്ട് മീനല്ലേ? തോട്ടിലെ മീൻ. നീ തോട്ടിലെ മീൻ എന്നാ പറഞ്ഞു. തോട്ട് മീൻ എന്നല്ല. മീനല്ലേ? വടക്കപ്പ തോട്ട്മീൻ കൂട്ടുമോ? ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അപ്പം ഞങ്ങൾ നെല്ലാർച്ചാല് രാവിലെ പോകുന്നതാണ് കേട്ടോ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നല്ല ഞങ്ങൾ വന്നപ്പോഴത്തേനും മീനൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മീനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നെല്ലാർച്ചാല് നല്ല നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പം എന്നും വെളുപ്പിനെ വന്നാലേ മീൻ കിട്ടുള്ളൂ ഇവിടെ. അപ്പം നല്ല നല്ല ഐറ്റം മീനുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ഇതുവരെ മീൻ എത്തിയിട്ടില്ല. മീന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുകയല്ല, കാത്തിരിക്കുകയാണ്. ഇതാ ചേട്ടന്മാര് നല്ല പാട്ടൊക്കെ വെച്ച് മീനും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് അവിടെ താഴെ ഇറങ്ങി ഒന്ന് ചെന്ന് നോക്കാം നല്ല മീനൊക്കെ കിട്ടിയോന്ന്. പുള്ളിക്കാരൻ മീനൊക്കെ എടുത്തുകൊണ്ട് കയറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഡാമിനോട് ചേർന്ന് വെള്ളത്തിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ദൂരേന്ന് ഒരാൾ രണ്ടാമത്തെ ഒരു തോണിയും കൂടെ മീനുമായിട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാ സംഭവം. വെളുപ്പിന് പല സമയത്തായിട്ട് പോയവർ തിരിച്ചു വന്നപ്പം തമ്മിൽ കണ്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേപോലെ വന്നു അത് വെള്ളക്കുപ്പിയാണ്. കുപ്പിയായിക്കൊണ്ടാണ് താന്നില്ല വരാ. പല താന്നിയെ കിടക്കും. ആ താനം ആ വൈകുന്നേരം സംശയമില്ല. കോഴി എടുത്തോണ്ടാ പരിസര പണിയാണ്. പരിസരത്തിന്റെ പണിയാണ്. കല്ലും പണി കഴിയാൻ പറ്റില്ല. വട്ടെത്ര സെന്റ് ഒന്നിനും പറ്റില്ല. അത് ചേട്ടാ, ആ കോരി എന്തിനാ? ഇത് മീനെ പറയാൻ വേണ്ടി ഇതിൽ അത് വലയെന്ന് കോരെടുക്കാം.
വല പൊന്തിക്കാൻ കഴിയില്ല. അല്ല നേരിട്ട് ഇതിനൊന്ന് ഒരു കാണും അങ്ങനെ ആ മീനിനെ പൊന്തിച്ച് വല പൊന്തിച്ച് പോകുമ്പോ കാണും. വലേന്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തിൽ തന്നെ എന്താക്കും, എന്നിട്ട് വല അവിടെ ഇട്ടിട്ട് വരും. കോഴി അടക്കം കയറ്റി വല അടക്കം കയറ്റി ആണോ? ഓ വല മാറ്റി എടുക്കുന്നില്ല. സമയം എത്രയായി? അവർ മൂന്നുപേരും കൂടെ തോണിയും വലയൊക്കെ ആയിട്ട് ഒന്നുകൂടെ പോയി നോക്കുകയാണ് വലയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടോന്ന്. എന്നാലും ഈ മഴയത്ത് സൊസൈറ്റിയിൽ തൂക്കി യാതൊരു മടിയും കൂടാണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവർ അടിച്ചു പൊളിച്ച് പോകുന്നത്. നമുക്കെന്തായാലും മേലെ കൊണ്ടുപോയ മീനൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പോയി നോക്കാം. നമ്മൾ തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ മീൻവെട്ടൊക്കെ തുടങ്ങി. ചാറ്റൽ മഴ നനഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് വറക്കുന്നുണ്ട്. ചേട്ടാ ഇതാണോ ചമ്പല്ലി? ഇതെന്താ? കട്ട്ല. ചേട്ടൻ നല്ല സ്റ്റൈലായിട്ട് കട്ട്ല വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താ? മണി. ഇത് കൊടുത്താ മീൻ ഓ നീ വരൂല്ലേ? വീട്ടിലേക്കാ ഇത് നമുക്ക് കൊണ്ട് വളർത്താൻ പറ്റുമല്ലോ ഇല്ലേ? ചത്തു വലയിൽ കൊടുക്കണല്ലേ? വളർത്താൻ പറ്റൂല. ചോദിച്ചാൽ നമുക്ക് അവിടെ കൊണ്ട് ഇടാൻ പറ്റും. മീൻ്റെ പേരുന്ന ഇതല്ലാതെ തന്നെയല്ലേ? അത് നല്ല മീനാണ്. അതിന് പൈസ കൊടുക്കുന്നു. നന്നാക്കുന്ന എത്ര? നന്നാക്കുന്നതിന് എത്ര? 30 രൂപ. ഒരു കിലോ 30 രൂപ. കവറുണ്ട് നമ്മുടെ കവറുണ്ട്. നമുക്ക് കവറില്ലേ? കവറെടുത്തോ. അല്ലല്ല ഇത് തന്നെ. ഇത് ചെമ്പല്ലി അല്ല. ഏട്ടാ പിടിക്ക്. അല്ല ഇതിൽ കൊടി എടുത്തോ. ഇവര് പോസ്റ്റ് പെടക്കണ മീനാ കാണുന്നുണ്ടോ? അങ്ങനെ പിടിക്കാൻ ആദ്യം പറഞ്ഞു. ഞാൻ വേറെ എടുത്തായിരുന്നു പിടിച്ചു. രണ്ടാമത്തെ ആടാ. അതാ വെള്ളം കൈ ഇട്ട് അതാ. മണിയേട്ടൻ നമ്മുടെ മീനെ പിടികൂടിയിട്ടുണ്ട്. നമ്മുടെ മീനെ നന്നായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട് ഇവിടെ തന്നെയാ? ഇവരേതായാലും അത് കൊണ്ടുപോകില്ല. ഓരോ വലിച്ചു ചാടും. ശരി മാറിക്കോട്ടോ. ഇപ്പൊ വിളിക്കാം. ചെറുത് നമുക്കാ നല്ല റോഗാണ് കേട്ടോ. എന്തൊക്കെയാ ഇവിടെ സാധനം വരിക? റോഗ്, ചെമ്പല്ലി, ഫിലോപ്പി വന്നിരുന്നു. കുറച്ച് വരാലും വന്നിരുന്നു. ഇവിടെ കരിമീനുണ്ട്. കരിമീനുണ്ട്. കരിമീൻ മഴ ഒന്ന് വിടുന്നു. മഴ വെയിലത്തെ കരിമീൻ. മറ്റേ എന്താ വരാല്? വരാലുണ്ട്. വരാൽ ഇന്നിപ്പോ 2 കിലോത്തോളം വന്നു. ഇന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. വരാലല്ലേ കുറച്ചുകൂടെ നല്ലത്? മീൻ ഇവിടെ അല്ല. മീൻ നല്ല ഡെയിലി ഉണ്ടാവും അല്ലേ? ഡെയിലി ഉണ്ടാവും. എല്ലാ മീനും ഒരേ വിലയാ? അല്ല, നമ്മൾ ഫിലോപ്പി വരാലിന് 150, കരിമീനിന് 300, പിന്നെ റോഗ്, ചെമ്പല്ലി, കട്ടല, മൃഗാൽ ഇതിന് 200. വരാലിന് 200 അല്ലേ? അല്ല, വരാലിന് 150. ഫിലോപ്പിക്ക് 150. നോക്കാം, ഇനി പിന്നീട് ദിവസം വരാം. ഓക്കെ. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള നെല്ലാറ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ.
അവിടെ ദൂരെ കാണുന്നത് മീൻ വളർത്തുന്ന കൂടുകളാണ്. അവിടെ നിന്ന് നമുക്ക് ഇവർ മീൻ പിടിച്ച് തരുന്നതാണ്. അവിടെ ഉണ്ട്. ഇവിടുത്തേത് ഈ കൂടുതലെ മീൻ അവിടെ നിന്നല്ലേ കിട്ടാം. അപ്പൊ അതിനകത്ത് വെള്ളം കയറി നല്ല വെയിലൊക്കെ ഉള്ള ഒരു ദിവസം പിള്ളേരെ കൊണ്ട് ഇവിടെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ശ്രദ്ധിച്ച് നടക്കണേ. നമ്മൾ മീനൊക്കെ വാങ്ങിയതിന് ശേഷം ഇവിടെ കാരാപ്പുഴയുള്ള നെല്ലാർച്ചാലിലുള്ള വ്യൂ പോയിന്റിലാണുള്ളത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. സൂപ്പർ. പിടിക്കാൻ വന്ന് മീൻ വാങ്ങാൻ വന്നപ്പോൾ കുട എടുക്കാൻ മറന്നു. ഭയങ്കര മഴ, നനഞ്ഞ് മറക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. ജീവിതത്തിൽ ഇത് കണ്ടിട്ടില്ല, അത്ര സൂപ്പറാണ്. കാരണം കടൽ പോലെ വെള്ളം, പിന്നെ മീൻ പിടിക്കുന്ന സൗകര്യങ്ങൾ, പുതിയ നല്ല അഴുക്കില്ലാത്ത മീൻ, വിഷമില്ലാത്ത മീൻ സുഖമായിട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ കഴിക്കാം. എല്ലാം സൂപ്പർ സ്ഥലമല്ലേ. ഞാൻ മീൻ പിടിക്കുന്ന ആ വലയിൽ മീൻ തന്നെ വന്ന് ഈ വെള്ളത്തിലുള്ള മീൻ വന്ന് കയറിക്കൊള്ളില്ല. അപ്പോൾ ഒരു വിഷമില്ലാത്ത സൂപ്പർ മീൻ, തീറ്റ കൊടുക്കാത്ത, തീറ്റ ഒന്നും കൊടുക്കാത്ത മീൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതിവിടെ വന്നാൽ കിട്ടും. 1 കിലോയ്ക്ക് 200 രൂപയേ ഉള്ളൂ. 200 രൂപയ്ക്ക് എവിടെ വിഷമില്ലാത്ത മീൻ കിട്ടുക? അട്ട ചതിച്ചു ഗൈസ്. കുറേ നേരമായിരുന്നു ചൊറിയുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. വലിച്ചു പറിച്ചതിന് ചൊറിയും. എൻ്റെ കാലിൽ അട്ട കയറി കഴിഞ്ഞാൽ മീനുവിന് ഭയങ്കര സംശയം. മേത്ത് മുഴുവൻ അട്ട കടിച്ച മാതിരി തോന്നുകയാണ്. ചൊറിയും, അങ്ങനെ തോന്നിയ ചൊറിയും. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ തോന്നിയെങ്കിലും വളരെ മനോഹരമാണ് കാഴ്ച. മീനു ഇപ്പോഴും അട്ടേനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മീനു ഇപ്പോഴും അട്ടേനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതേ കാരാപ്പുഴ ഡാമിൻ്റെ പാർശ്വഭാഗങ്ങളാണ്. ഈ ഡാം കണ്ട ഈ ദേഹം എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിന് പണി തുടങ്ങിയത്? ഞാൻ 1ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് എൻ്റെ പണി. എനിക്കത് കുറേ വർഷങ്ങൾ കൊണ്ടാണ് തീർന്നത്. വേണ്ട, അന്ന് തുടങ്ങിയ പണിയാണ് ഇപ്പം ഏകദേശം പൂർത്തിയായി വരുന്നേ ഉള്ളൂ. ഇനി കാരാപ്പുഴ ഡാമിൽ നമ്മളൊരു ദിവസം പോകുന്നുണ്ട്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് ഞാനിവിടെ അടുത്ത് ജനിച്ചു വളർന്ന ആളാണെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് പോവുകയാണ്.